ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന സൗണ്ട് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് നോയ്സ് ഒക്കെ കേൾക്കുന്നുണ്ടോ? അപ്പോൾ നമുക്കിതൊന്ന് ചേഞ്ച് ആക്കിയാലോ? ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായി മുമ്പൊക്കെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അവർക്കറിയാം ഞാൻ ഇവിടെ എവിടെയെങ്കിലും എന്ത് ചെയ്യും, ഒരു മൈക്ക് ഫിറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ സംസാരിക്കുക. പക്ഷേ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒരു മൈക്കോ ഒന്നുമില്ല. ഇതാ മൈക്ക് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഒരു മൈക്കില്ല എന്ന് വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരിക്കണ്ട. കാരണം എന്താ വെച്ചാൽ മൈക്കിനെക്കാട്ടിയും നല്ല ക്വാളിറ്റി എച്ച്ഡി ക്വാളിറ്റിയിൽ നിങ്ങളെ സൗണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കുന്നത് നമ്മൾക്ക് ഒരു വീഡിയോ എടുത്തിട്ട് ഒരുപാട് ഈ നോയ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഓഡിയോ ഏത് രീതിയിൽ എഡിറ്റ് ചെയ്ത് ഡിജിറ്റൽ രീതിയിലുള്ള വോയിസ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഒരു സാധാ ഒരു വീഡിയോ എടുക്കും. ആ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മളത് MP3യിലേക്ക് ആദ്യം എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ഓഡിയോ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് നമുക്ക് വീഡിയോ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോയ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കേൾക്കുന്നവർ വിചാരിക്കും നിങ്ങൾ മൈക്കിലാണ് സംസാരിക്കുന്നത്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോൾ എൻ്റെ സ്ക്രീൻ റെക്കോർഡിൽ ഞാനിപ്പോൾ അത് കാണിച്ചു തരും നിങ്ങൾക്ക് ഏത് രീതിയിലാണ് അത് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പായി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായി നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൊബൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ MP3 കൺവേർട്ടർ എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെ തന്നെ കാണിക്കും MP3 വീഡിയോ കൺവേർട്ടർ എന്നുള്ളത്. നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഓപ്പൺ എന്നുള്ളത് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുശേഷം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളിത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് ഇതാണ്. അപ്പോൾ ഈ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് MP3 കൺവേർട്ട് ചെയ്യേണ്ടത് അത് നിങ്ങൾ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മധ്യഭാഗത്ത് കാണുന്ന വീഡിയോ എംബ്ലം ഇല്ലേ, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ ഒരു നോർമൽ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ നേരത്തെ ചെയ്ത വീഡിയോൻ്റെ ഒരു ക്ലിപ്പ് തന്നെയാണ്. ജസ്റ്റ് ഞാനതൊന്ന് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ കാണുന്ന കോപ്പി എന്നുള്ളത് കാണുന്നില്ലേ, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരുപാട് ഓപ്ഷനുകൾ വരും. അതിൽ നിങ്ങൾ MP3 എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി, അത് MP3യിലേക്ക് കൺവേർട്ട് ആയി. അതിനുശേഷം നമ്മൾ ഇതെന്ത് ചെയ്യണം? ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഏറോ മാർക്കൻ ഒന്നും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡായി. ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ബാക്കിൽ പോയി നിങ്ങളുടെ ഫയൽ മാനേജർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓഡിയോ എന്നുള്ളത് കാണും. നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണും ഓഡിയോ എന്നുള്ളത്. അപ്പോൾ ഓഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ വീഡിയോ നിങ്ങളുടെ MP3 കൺവേർട്ട് ചെയ്ത് മുകളിൽ തന്നെ കാണാൻ പറ്റും. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് കേൾക്കാവുന്നതാണ്. അത് ഓപ്പൺ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്ന വോയിസ് കണ്ടോ? ഇപ്പോൾ ഞാനിട്ട വീഡിയോ ആണ്, അത് MP3യിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ നെയിം ഒന്ന് നിങ്ങൾ ചേഞ്ച് ചെയ്യുക, റീനെയിം ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന നെയിം ഏതാണോ ആ നെയിം നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്യുക. 444 എന്നുള്ളത് ടൈപ്പ് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഇനിയാണ് നമ്മളുടെ പരിപാടി തുടങ്ങുന്നത്. ബാക്കിയുള്ള നമ്മൾ വീഡിയോ എന്ത് ചെയ്തു? MP3യിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചു. ഇനിയാണ് മെയിൻ പരിപാടി നമ്മൾ തുടങ്ങുന്നത്. നിങ്ങൾ യൂസ് ചെയ്തത് ഗൂഗിൾ ക്രോം ആണോ അല്ലെങ്കിൽ ഗൂഗിൾ ആണോ ഏതോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഗൂഗിൾ ഓപ്പൺ ചെയ്തു. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ബാറിൽ നിങ്ങൾ അഡോബ് പോഡ്കാസ്റ്റ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? സെർച്ച് ചെയ്യും. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഇൻ്റർഫേസ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ കാണും അഡോബ് പോഡ്കാസ്റ്റ് എന്നുള്ളത്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഇൻ്റർഫേസ് ഇതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. നമ്മൾക്ക് വേണ്ടത് എൻഹാൻസ് സ്പീച്ച് എന്നുള്ളതാണ്. നമ്മൾ അതിൽ സ്റ്റാർട്ട് എൻഹാൻസ് സ്പീച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഇൻ്റർഫേസ് ഇതാണ്. അപ്പോൾ നിങ്ങളുടെ ഫയൽ ഏതാണോ നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയൽ ഉണ്ടല്ലോ MP3 കൺവേർട്ട് ചെയ്ത, അത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ചൂസ് ഫയൽ എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ 3 ഓപ്ഷൻ വരും. അതിൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റീനെയിം ചെയ്ത് വെക്കണം എന്നുള്ളത്, അത് ഇതിന് വേണ്ടിയാണ്. കാരണം ഇവിടെ നിന്ന് നിങ്ങൾ തിരയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതെങ്കിലും റീനെയിം ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ആ റീനെയിം ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 444 എന്നുള്ളത് കൊടുക്കുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്, 444 എന്നുള്ളത്. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് ഡയറക്റ്റ് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഞാൻ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഒരു 5-10 സെക്കൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും അത് ഡൗൺലോഡ് ആയിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ഇത് ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം താഴെ വന്ന് ഡൗൺലോഡ് എന്ന ബട്ടൺ കാണാൻ പറ്റും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നല്ല HD ക്വാളിറ്റിയിലുള്ള ഓഡിയോ അവിടെ എന്തായി? സേവ് ആയിട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്കത് നോക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ബാക്കോട്ട് പോയ ശേഷം ഫയൽ ഓപ്പൺ ചെയ്യുക.
ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതേ ഓഡിയോയിലേക്ക് നിങ്ങൾ പോവുക. ഓഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ മുകളിൽ തന്നെ ഇവിടെ കാണിക്കും 444 എൻഹാൻസ്ഡ് V2 വേവ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പേര് ചേഞ്ച് ആക്കിയത് കൊണ്ടാണ് നമുക്ക് ഈ 444 എന്നുള്ളത് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ആക്കിയിട്ട് നമുക്കിത് കേൾക്കാം. ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന വോയിസ് നിങ്ങൾക്ക് ഒരു എന്താ പറയുക നോയ്സ് എങ്ങനെയുണ്ട്? അടിപൊളി. നേരത്തെ ഒരുപാട് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു വോയിസാണിത്. ഇപ്പം കണ്ടോ, ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ മുഴുവനും ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ അത് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അത് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും വരാം. ബൈ.